ഹലോ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പിറ്റേ ദിവസം ഒന്ന് പുറത്തൊക്കെ പോയി മുറ്റത്തൊക്കെ കറങ്ങി വരുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം എന്തോ അവിടെ ഉള്ളതൊക്കെ കുഴിച്ചിട്ടുണ്ട്, അതൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ മിൽക്ക് ഫ്രൂട്ട്. അപ്പം ആദ്യമായിട്ടാണ് ഇതിൽ മിൽക്ക് ഫ്രൂട്ട് കായ്ക്കുന്നത്. കണ്ടോ, നീണ്ട വള്ളിയിൽ ഒരു ഫ്രൂട്ടിനായിട്ടൊരൊറ്റ വള്ളി, ഇതിൽ ലീഫൊന്നുമില്ല കേട്ടോ, അത് മാത്രം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതാ അവിടെ 4-5 ഒക്കെ ടോട്ടൽ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു 3 വർഷമൊക്കെ ഇത് കുഴിച്ചിട്ടിട്ട് എന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ടും. എന്തായാലും അതൊക്കെ എന്താണെന്നുള്ള കൗതുകത്തോടെ എനിക്ക് അറിയില്ലായിരുന്നു. മിൽക്ക് ഫ്രൂട്ടാന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി എന്താണ് മിൽക്ക് ഫ്രൂട്ടാണ്. ഇതിൻ്റെ ലീഫ് നോക്ക്, ഒരു ഭാഗത്ത് ഗ്രീൻ കളറും ബാക്കിലൊരു ഗോൾഡൻ കളറൊക്കെ തോന്നുന്ന ടൈപ്പ് കളറാണ് കേട്ടോ അത്. എന്തായാലും ഈ ഒരു മരം കാണാൻ എന്തോ ഒരു പ്രത്യേകത. കണ്ടാൽ എന്താണെന്ന് നോക്കും, ഫുൾ പച്ചപ്പായിട്ടൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഉള്ള ഭാഗത്ത് നമ്മളുള്ളത് കുറച്ച് കാര്യങ്ങൾ കുഴിച്ചിട്ടാണ്. വെറുതെ പോയി നോക്കാം, എന്തായാലും നിങ്ങൾ ഒന്ന് പോയി നോക്കി എൻ്റെ കൂടെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉമ്മയും ഇപ്പയാണ് കേട്ടോ അതൊക്കെ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ബാക്കിലായിട്ട് മുരിങ്ങ കുത്തിയിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനോട് തൊട്ടുകാരെ തന്നെ മുളക് വലിയ ഉഷാറൊന്നും ഇല്ലാതൊക്കെ തന്നെ അത് ഉണ്ടായിട്ടുള്ളത്. മുരിങ്ങൻ്റെ ഇലകളൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അടിയിലുള്ളതൊക്കെ നമ്മൾ വീട്ടാവശ്യത്തിന് അങ്ങനെ എടുത്ത് പോകല്ലോ, പിന്നെ അത് നീണ്ടു പോയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ ചീരമുളക്. ഇതൊരു വേറെ ടൈപ്പ് ചീരമുളകാട്ടോ, അധികം എരിവൊന്നും ഇല്ലാത്ത ടൈപ്പാണ് ഇത്. പിന്നെ സാധാ നമ്മുടെ ആ ഗ്രീൻ കളർ ചീരമുളകില്ല, അതിനേക്കാൾ അത്ര സ്ട്രോങ് ഒന്നുമല്ല. പിന്നെ നമ്മളിവിടെ ചക്ക കഴിച്ചിട്ടുണ്ട്. ചക്ക കുഴപ്പമില്ലാതെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കവുങ്ങ് ഒക്കെ ഉണ്ട് കേട്ടോ, തെങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് കുഴിച്ചിടാനാണ് ഏറ്റവും മടിയുള്ളത്. എനിക്കിതൊക്കെ ഉണ്ടാക്കി കാണാനും അതിങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുഴിച്ചിട്ട് അത്രയും കാലം നോക്കിയെടുക്കുക എന്നുള്ളത് എനിക്ക് എന്തോ ഒരു ക്ഷമ കുറവുള്ള ആളാണ് അതിന്. അപ്പോൾ അതിൻ്റെ മുകളിലൊന്നും ഇല്ല, താഴെയായിട്ടാണ് കേട്ടോ ഈ ചക്ക ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഈ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് കവുങ്ങും തൈകളൊക്കെ കാണാം. പിന്നെ ഇടയിലായിട്ട് മുളക് പിന്നെ ഒന്നൊരു വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കവുങ്ങുകൾ നേരത്തെ പറഞ്ഞ പോലെ ഇടയിൽ തെങ്ങുകളുണ്ട്. പിന്നെ എന്താ പറയാ, ഇത് നമ്മുടെ ചെറുനാരങ്ങൻ്റെ തൈയാണ് കേട്ടോ. ഇതിലുണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ബാക്കിലൊക്കെ നമ്മൾ തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ട് പൊളിച്ചിട്ടാണ്. ഇതാ മറ്റേ കുമ്പളങ്ങ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായി. എന്തൊരു ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട്. തൊടുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്, അത് എത്ര പറഞ്ഞാലും തീരൂല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സൈഡിലും ഉണ്ട് കേട്ടോ കുമ്പളങ്ങ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു മൂച്ചിയാണ്. ഈ മൂച്ചിയിൽ അധികം മാങ്ങൊന്നും ഉണ്ടാകാറില്ല, എപ്പോഴെങ്കിലൊക്കെ എണ്ണപ്പെട്ട മാങ്ങകളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ ഒരു കുമ്പളങ്ങ കാണുന്നുണ്ട്. പിന്നെന്താ പറയാ, നിങ്ങളിങ്ങനെ കണ്ടോളി കേട്ടോ, ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഈ കൃഷിയൊക്കെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാം, അല്ലാതെ ചിലവർക്കൊക്കെ അതിങ്ങനെ ഞാൻ ഈ ഫുള്ളി കൃഷിയുടെ കാണിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചടപ്പുണ്ടാവും. പിന്നെ ഇവിടെയൊക്കെ കുമ്പളങ്ങ തൂങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ ഇത് എനിക്ക് എന്താ പറയുക, വീഡിയോ എടുത്ത് ഇങ്ങനെ കാണാനും ഓർത്ത് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ കണ്ടോളൂ. ഞാൻ ഇങ്ങനെ അധികം ഒന്നും ഡീറ്റെയിൽസ് ആയിട്ട് ഫുള്ള് പറയണമൊന്നുമില്ല കേട്ടോ. എന്താ പറയുക, എനിക്ക് പറയാൻ തോന്നണമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് എന്താണ് കറ്റാർവായ ഉണ്ട്. പിന്നെ ഈ അമ്മി ഒരലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കിടക്കണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ തേച്ച് കഴുകിയിട്ട് വേണം മുകൾക്ക് കൊണ്ടുവെക്കാൻ. പക്ഷേ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റ് ആണ്. അപ്പോൾ അതിന് 2-3 ആൾക്കാരെ പരിപാടിയൊക്കെ വേണ്ടി വരും. പിന്നെ നമ്മളിങ്ങനെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് മൂച്ചി കാണാം, പിന്നെ കറിവേപ്പില കാണാം, വേറെയും കറിവേപ്പില കാണാം. അതൊക്കെ അമ്മൻ്റെ ഓരോ ചെറിയ കയ്യൊപ്പുകളാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാകുക. അപ്പൻ്റെ കയ്യൊപ്പ് എന്ന് പറയണത് കവുങ്ങ്, മൂച്ചി അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെന്താ പറയാ,
ഇതിലിതാ തേങ്ങ, താഴെ തേങ്ങ കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ. പിന്നെ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ എനിക്ക് ഐഡിയ ഒന്നുമില്ല. പിന്നെ ഇതാ ഇവിടെയൊക്കെ മുരിങ്ങ ഉണ്ട്. മുരിങ്ങയും നമ്മളെ മുളകും എന്താ പറയുക നാരങ്ങയൊക്കെ ഇടക്കിടക്കായിട്ടുണ്ടാവും. പിന്നെ ഈ നാരങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, ഇത് ആദ്യമൊക്കെ നന്നായിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താവോ ഒരു നാരങ്ങ ഉണ്ടാക്കി തരണമൊന്നുമില്ല നമുക്ക്. അത് കഴിഞ്ഞ് ഈ സപ്പോർട്ട് ഉണ്ടല്ലോ കുറേ കാലമായിട്ടോ, പക്ഷെ അധികമൊന്നും കിട്ടലില്ല. അവിടെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട്. പിന്നെ ഇവിടെ വാഴയൊക്കെയാണ് കേട്ടോ. ആദ്യം ഇവിടെ എങ്ങനെയായിരുന്നു അറിയാം, ഫുൾ വാഴയായിരുന്നു. പിന്നെ അത് മാറ്റി ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെ തൈകളൊക്കെ കൊണ്ടുവന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയാനുള്ള എന്താ പറയുക ഈ ഒരു തൈകളാണ്. അതാവുമ്പോൾ നല്ല തണലും ഇടയ്ക്ക് കിളികളൊക്കെ വന്നിട്ട് അത് ചിലത് കൊത്തി തിന്നലും. പിന്നെ എന്താ പറയുക, നമുക്കൊരു പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കണം എന്ന് തോന്നി നമുക്ക് അപ്പൊക്കെ ഫ്രഷ് ആയിട്ട് എടുത്ത് കഴിക്കാനൊക്കെ കുറച്ചും കൂടെ ബെറ്ററായി തോന്നിയിട്ടില്ല ഇങ്ങനെ തൈകൾ മുന്നിൽ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. സ്പേസ് വേണം, അതൊരു വേറെ കാര്യമാണ്. എന്നാലുള്ള സ്പേസിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയ ചെറുത് കാര്യങ്ങളൊക്കെ ഉള്ള തൈകളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ കുഴിച്ചിട്ടാൽ ഒന്നുകൂടെ നന്നായിരിക്കും. പിന്നെന്താ പറയുക, ഇത് നമ്മുടെ റംബുട്ടാനാണ്. റംബുട്ടാൻ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാകുന്ന സമയത്തുണ്ടല്ലോ നമ്മളിങ്ങനെ എടുക്കും, അവിടെ നിന്ന് തന്നെ കഴിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ തന്നെ ഇട്ട് കൊടുക്കും. അത് നല്ല രസമായിരുന്നു ആ സമയത്ത്. പിന്നെ ഈ ഒരു മാങ്ങ ഉണ്ടല്ലോ അധികമൊന്നും കഴിക്കാറില്ല. പിന്നെ ഉള്ളത് നമ്മുടെ നാടൻ അടക്കാപ്പഴമാണ്. ഇത് എനിക്കിഷ്ടമാണ്. അപ്പോൾ തന്നെ നല്ല രസമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഇതിൻ്റെ ഇടയിലായിട്ടൊരു മൂച്ചിയുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്, അതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ മുന്നേ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇല്ല ഇപ്രാവശ്യം, ഇതിമ ഉണ്ടായിട്ടില്ല. അതിൻ്റെ സീസൺ എന്താ ടൈമൊന്നും എനിക്കറിയില്ല, എന്തായാലും ഇല്ല. അപ്പോൾ പിന്നെ ഇവിടെ കുഞ്ഞു കറുമത്തി മുന്നിൽ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞേക്കൂലേ, എനിക്കറിയില്ല. പിന്നെ ഇതാ അവിടെ ഒരു കറുമത്തി തൈ ഉണ്ടോ. അത് കഴിഞ്ഞ് ഈ സൈഡിലായിട്ട് പിന്നെ നമ്മളെ മുളക് നമ്മൾ കുറച്ച് പറഞ്ഞില്ലേ സ്ട്രോങ് ഉള്ള, എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തരാന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഈ ഒരു മുളക് നല്ല ടേസ്റ്റാണ്. ഈ ഒരു മുളക് ടേസ്റ്റാന്ന് വെച്ചാൽ നമ്മുടെ പൂളേക്ക് അതേപോലെ ചമ്മന്തി കറക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ചമ്മന്തിക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു മുളക്, നല്ല അടിപൊളി മുളകാണിത്. പിന്നെന്താ സപ്പോട്ട, ഈ ഒരു മരത്തിലാണ് കേട്ടോ പിന്നെയും സപ്പോട്ട അത്യാവശ്യം ഉണ്ടാവുക. കുറേ കിളികൾ ചാടിക്കും, കുറേ വവ്വാലുകളൊക്കെ രാവിലെ വന്ന് നോക്കുമ്പോൾ ചാടിച്ചിട്ടുണ്ടാവും. പിന്നെന്താ പറയുക, മുകളിലുള്ളൊന്നും കിട്ടാൻ പണിയാണ്. പക്ഷെ നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഈ പടിപ്പുരൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഈ ഒരു ഭാഗത്ത് മൂച്ചിയുണ്ട്. ഇതിൽ ഇപ്രാവശ്യം എന്താവോ അത്യാവശ്യം എന്നും കഴിക്കുന്നത് വേറെ കൂടുതൽ കുറച്ചും കൂടെ ഇപ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ എന്താ പറയുക ടേസ്റ്റാണ്, ഒരു കറൻ്റെ ചൊയ ചെറുതായിട്ടുണ്ട് ഇതിൽ. സാധാരണ ഇങ്ങനെയുള്ള മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്, എന്താ അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ചക്ക കുഴപ്പമില്ല ഉണ്ടായിട്ടുണ്ട്. കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഇല്ലയെന്ന് ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലിടാ ഒരു കൊമ്പ് വീണിട്ട് അതിൽ 2 ചക്ക ഉണ്ടായിരുന്നു, എന്തോ വെയിറ്റ് കൊണ്ടാകാം ഒരു പക്ഷെ. പിന്നെന്താ പറയുക, അത് കഴിഞ്ഞിട്ട്
അങ്ങനെ ചക്കയും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയാൽ വഴുതനങ്ങ കേട്ടോ. ഇത് വിത്തിന് വെച്ചതാണ്. വഴുതനങ്ങ അത്യാവശ്യം നമ്മളിവിടെ കുഴിച്ചിട്ടാൽ കിട്ടാറുണ്ട്. പിന്നെന്താ പറയുക, അത് കഴിഞ്ഞ് ഇങ്ങനെ പോട്ടെ, ഇവരിങ്ങനെ കണ്ട് നേരം കഴിയണ്ടല്ലോ. അത് കഴിഞ്ഞ് ഇതാ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് റമദാനിൽ ചെയ്ത ഒരു വീഡിയോയിലുണ്ടായിരുന്നു നമ്മുടെ ചാമ്പക്ക. അത് വെട്ടിയിട്ടോ നന്നായിട്ടുണ്ടായ ശേഷം പിന്നെ അതിൻ്റെ അടുത്തൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതും വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസാണ് ഇവിടെ നല്ല കിടക്കുന്നത്. അപ്പോൾ അവിടെ വെണ്ടക്ക, കുമ്പളങ്ങ, ചീരമുളക്, തക്കാളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്താ അതിന് ശേഷം ഇപ്പുറത്ത് കുറച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ കുമ്പളങ്ങൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. താഴെ വഴുതനങ്ങയും തുളസിയും മുളകും ചീരയൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് ഇങ്ങനെ ലാസ്റ്റിക്ക് വരുമ്പോൾ അവിടെ ഒരു പപ്പായൻ്റെ മരമുണ്ട്, പിന്നെ ഒരു വാഴക്കൊല ഉണ്ട് കാണുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ വാഴക്കൊല, അതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ, മാഷാഅല്ലാഹ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താ ബാക്കിലൊരു മൂച്ചിൻ്റെ അങ്ങനെ കണ്ടോളൂ കേട്ടോ. പിന്നെ ഈ മൂച്ചിയും കഴിഞ്ഞ റമദാനെ വിട്ടിരുന്നു. ഇതിന്മേലും നല്ല ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എന്താ അറിയില്ല, കഴിഞ്ഞ പ്രാവശ്യം ചക്ക ഉണ്ടായ സമയത്തോ വെയിറ്റ് കൊണ്ട് അത് ചാടി. അതൊക്കെ കഴിഞ്ഞ് ഫൈനലി ഇതാ നമ്മുടെ ചെറുനാരങ്ങ. ഇതിൽ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. സാധാ ചെറുനാരങ്ങ അല്ല, എല്ലാവർക്കും അറിയുണ്ടാവും, ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. ഒരു ഓറഞ്ച് കളറാണ് ടൈപ്പിൽ ഇത് അറുത്ത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ കുരുടക്ക മിക്സിയിലിട്ട് പഞ്ചസാര ഇട്ടിട്ട് അടിക്കലാണ് കേട്ടോ. പിന്നെ ഇതിൽ ബാക്കിൽ വരുന്നത് ഇതുപോലെ കുറച്ച് വാഴത്തോട്ടും കറുമത്തി പിന്നെ കവുങ്ങൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.